വെള്ളി കൊണ്ട് കിടപ്പുമുറി അലങ്കരിച്ച് തെലങ്കാന കോൺഗ്രസ് എം.എൽ.എ. ജഡ്ചർല എം.എൽ.എ. അനിരുദ്ധ റെഡ്ഡിയുടെ വീട്ടിലെ കിടപ്പുമുറിയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അനിരുദ്ധ റെഡ്ഡിയുടെ കൊട്ടാര സദൃശമായ വീടിന്റെ ദൃശ്യമുള്ളത്. വിവരങ്ങളുമായി കെ.ബി. ശ്രീധരൻ ചേരുന്നു. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. ഒരു വീട് വെച്ചാൽ ഓരോ സ്ക്വയർ ഫീറ്റിനും നമുക്ക് ചിലവായ പണത്തെ ഓർത്ത് ദുഃഖിക്കുകയോ അല്ലെങ്കിൽ അത് നമുക്കുണ്ടാക്കി വെച്ച കടത്തെ ഓർത്ത് കഷ്ടപ്പെടുകയോ സങ്കടപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ദുരിതത്തിലുള്ള നിരവധി മനുഷ്യർ, അതിലൊക്കെ അപ്പുറം തലചായ്ക്കാൻ ഒരു ഇടമില്ലാത്ത ഒട്ടേറെ മനുഷ്യർ, ഇവർക്കൊക്കെ ഇടയിൽ ഒരു പൊതുപ്രവർത്തകൻ, കോൺഗ്രസ് എം.പിയാണ് ഇത്തരത്തിൽ ആഡംബര ഭവനത്തിൽ ജീവിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ, കെ.ബി. ശ്രീധരൻ? മോത്തി, ഗുഡ് മോർണിംഗ്. ഇത് കണ്ടാൽ തന്നെ അറിയാം, ആഡംബരത്തിന്റെ അവസാന വാക്കെന്നൊക്കെ നമ്മൾ അതിശയോക്തി കലർന്നൊക്കെ പറയാറുണ്ട്. ഏതാണ്ട് അതിനോട് കടപിടിക്കുന്ന രീതിയിലാണ് ഈ കോൺഗ്രസ് എം.എൽ.എയുടെ വസതി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കിടപ്പുമുറി മൂടി പിടിപ്പിച്ചിരിക്കുന്നത്. നോക്കൂ, ആ കട്ടിൽ, അതുപോലെ തന്നെ കസേരകൾ, ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വെള്ളി ഉപയോഗിച്ചാണ്. അത്രയും ധനികനാണ് അദ്ദേഹം എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏറ്റവും രസം, ഒരു എം.എൽ.എ തന്നെയാണ് ഒരു പൊങ്ങച്ചം നിൽക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വീട് ഷൂട്ട് ചെയ്യാൻ വന്ന ഒരു യൂട്യൂബ് ബ്ലോഗറോട് ഈ വിവരങ്ങളെല്ലാം പറയുന്നത്. യൂട്യൂബ് ബ്ലോഗർ ആ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്, ഇത് എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണെന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം വെള്ളിയാണ്. ചില ഐറ്റംസ് കാണിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഇത് സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് അല്ലെങ്കിൽ ഫർണിച്ചറുകളാണ് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മളൊരു മാലയോ കമ്മലോ അങ്ങനെ ഏതെങ്കിലും ഓർണമെന്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്വർണ്ണമാണ് വെള്ളിയാണെന്നൊക്കെ കൊണ്ട് നമ്മൾ മെയിനി പറയാറുണ്ട്. ഇതല്ല, വീട്ടിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകളാണ് ഇങ്ങനെ വെള്ളിയിലും സ്വർണത്തിലുമൊക്കെ തീർത്തിരിക്കുന്നത്. ഏതായാലും ഈ വീഡിയോ പുറത്തുനിന്നതിന് പിന്നാലെ തന്നെ വലിയ വിവാദത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു നേരത്തെ മൂത്തി സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പൊതുപ്രവർത്തകൻ ഇത്രയും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അദ്ദേഹത്തിന് എവിടെ നിന്ന് ആണ് അദ്ദേഹത്തിൻ്റെ ഈ സോഴ്സ് എന്നൊക്കെ ചോദിച്ച് ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ഏതാണ്ട് 64.5 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണം ഉണ്ട് എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതല്ല, ഇത് അതിൽ കൂടുതലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഭാവിയിൽ ഇതൊരു നിയമ നടപടികളിലേക്കൊക്കെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക്, പരാതിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. കേരളത്തിന് പുറത്ത് വിട്ടാൽ, നമ്മൾ നേരത്തെ മൂത്തി സൂചിപ്പിച്ചു കേരളത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, കേരളത്തിന് പുറത്ത് വിട്ടാൽ ഒട്ടുമിക്ക രാഷ്ട്രീയക്കാരുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ്. ഒരുവിധം ആളുകളും വലിയ ധനികരാണ്. അതൊക്കെ പുറത്തേക്ക് കാണിച്ചു നടക്കുന്ന ആളുകൾ കൂടിയാണ്. അതുകൂടി ചേർത്ത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതുകൂടി ചേർത്ത് വായിക്കേണ്ടി വരും. ഏതായാലും ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ വലിയ വിമർശനം ഈ കോൺഗ്രസ് എം.എൽ.എക്കെതിരെ ഉണ്ടാകുന്നുണ്ട്.